ശരണ്യ എന്താ അമ്മയും മകളും രണ്ടുപേരും പാചക തിരക്കിലാണ് രാവിലെ. ഇവര് പോകാനുള്ള തിരക്കില്ല. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങള് സെയില് പോണേന്റെ തിരക്ക് അടുക്കളയിലാണ് എന്ന് തോന്നുന്നു. ഞങ്ങളല്ലേ സെയില് പോണത്, നിങ്ങൾ അതിന് വലിയ കാര്യമാണ്. പുട്ടല്ലേ ഇന്ന്. ആ ശരണ്യം പറഞ്ഞില്ല. ആ പറഞ്ഞോ രണ്ടുപേരും. ഇവര് പോകാൻ നേരത്തെ ഇവർക്ക് ഭയങ്കര ധൃതിയാണ്. അപ്പൊ ഞങ്ങള് തിരക്കിട്ട് ചെയ്താലല്ലേ ഇവരെ വിടാൻ പറ്റുള്ളൂ. ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വൈകുന്നേരത്തെ കാണിച്ചായിരുന്നു. അപ്പൊ ഇന്ന് രാവിലത്തെയും പിന്നെ ഞങ്ങൾ സെയില് പോണത് അല്ലെ, സെയില് പോണ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതെ, അപ്പൊ കണ്ട രാവിലെ അമ്മ പുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മയും ശരണ്യം കൂടി. എന്നാണ് പയറ് കണ്ട, അതെ വൻപയർ. പുട്ടും വൻപയറുമാണ് ഇന്നത്തെ. തേങ്ങയല്ലേ ഈ പയറിൽ ചേർക്കാൻ. ആ അത് തന്നെയല്ലേ ഞങ്ങൾക്ക് ഒരു 8:30 കഴിയുമ്പോ ഇറങ്ങണം കേട്ടാ. ആ ഇറങ്ങുവേ. വണ്ടിയെല്ലാം കയറ്റിയിട്ടിരിക്കുന്നു. ഇനി പോയാ ഇവര് സാധനം കയറ്റി വെക്കും, പക്ഷെ ഇവർ കൃത്യസമയത്ത് ഇറങ്ങത്തില്ല. അവർക്കപ്പൊ അല്ലെങ്കിൽ നമ്മൾ വാരിയ സാധനം ഇച്ചിരി കൂടെ വാരാൻ കാണും, അല്ലെങ്കിൽ ഇച്ചിരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞായിരിക്കും അത് വാരി ചിലപ്പോ 10 മണിയാകുമ്പോഴായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കും, അല്ലെങ്കിൽ ആരുടെ ഫോൺ വിളിക്കും, പിന്നെ ഫോണിന്റെ പുറകെ പോകും. ഇവർക്ക് അങ്ങനെ ഭയങ്കര മടിയന്മാരാ. ഞങ്ങൾക്ക് അമ്മയ്ക്കും നോക്കും ഒരു മടിയില്ല. ഞങ്ങൾ രാവിലെ ചെല്ലും പോക്കും, പക്ഷെ അവര് പോത്തില്ല കാത്ത സമയത്ത്. അച്ഛൻ ചൂടുവെള്ളത്തില് കുളിക്കുള്ളൂ. ഞാൻ അച്ഛന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അച്ഛൻ എന്നും വേനൽക്കാലത്ത് വരെ ചൂടുവെള്ളത്തിലെ അച്ഛൻ കുളിക്കുള്ളൂ. ബാക്കി ഞങ്ങൾ 3 പേരും പച്ചവെള്ളം. അതന്നെ സവോള അരിയാണ്. ആ എന്നാ പണി നടക്കട്ടെ. അങ്ങനെ അതെ സാധനം എല്ലാം കയറ്റിയിട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സെയില് പോയാൽ മതി. വണ്ടിയെ എല്ലാ ഐറ്റവും ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ അതെ ഞങ്ങള് പോകാൻ റെഡിയായി വരികയാണ് കേട്ടാ. പുട്ടെടുത്താ അങ്ങനെ ഒരു പുട്ട് കുത്തിയായിരുന്നല്ലേ. അപ്പൊ അടുത്തത് ശരണ്യ കുത്തിയാണ്. ആ കുത്ത്, ഏതായാലും കുത്തിക്കൊടു. ആ പോരട്ടെ, ആ പോരട്ടെ, ആ പോരട്ടെ, അതൊടിഞ്ഞി. ആ പോരട്ടെ പോരട്ടെ. ഇതിങ്ങനെ വീഡിയോ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ശരണ്യൊക്കെ ഒരു ടെൻഷനല്ലേ. എന്താ കുട്ടികൾ ഇതിന് മറ്റേ അല്ല ഇതിന് ഹോൾ ഇതേ ഉള്ളല്ലേ. കണ്ടത് അതാണ് സംഭവം. നമ്മുടെ ഇത് കുക്കറിന്റെ പുറത്തും വെക്കാം അല്ലേ. അതാ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇനി പുട്ടൊക്കെ തിന്നിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ആ അങ്ങനെ അമ്മയാണെങ്കിൽ ആ നേരത്ത് കടുകൊക്കെ വറുക്കുന്നു അല്ലേ. ആ കണ്ട അങ്ങനെ കടുക് വറുത്തോണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഇച്ചിരി പാത്രം നിരത്തി ഇട്ടിട്ടുണ്ട്. അത് ഇന്നലെ ചേട്ടനും അവരെല്ലാം ഉണ്ടായതുകൊണ്ട് ഇച്ചിരി പാത്രം എല്ലാം നിരത്തി കൂടുതൽ പാത്രം വന്നു അല്ലേ. ഇനി ഇവരെ വിട്ട് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. ആ പിന്നെ അമ്മയും മകൾ അല്ല ഞങ്ങള് പോയി കഴിയുമ്പോ അമ്മയുടെയും മകളുടെയും ഭരണമാണല്ലോ. ഞങ്ങളെല്ലാം മയത്തിന് ചെയ്യുള്ളൂ. പിന്നെ ആ അപ്പൊ അങ്ങനെ ഇത് കൂടി ആകട്ടെ. അപ്പൊ ഇപ്പൊ നിങ്ങക്ക് വേണ്ടി വെയിറ്റിംഗിലാണ് കേട്ടാ. ആ അപ്പൊ നാളത്തെ ഇനി ഒരു വീഡിയോ ചക്ക പരിപാടി തന്നെ ആയിരിക്കണം അല്ലേ. ആ അത് കാണിക്കാം. കണ്ട കൂട്ടുകാരെ അങ്ങനെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതെ ചക്കയും പിടിച്ചിട്ടുണ്ടെന്ന് ശരണ്യ നിൽക്കണം. അതവിടെ വെച്ചേരി. ചക്കയുടെ കൂടെ ഇപ്പൊ മറിഞ്ഞ് വീണേനെ ശരണ്യ. ആ പിന്നെ അതെങ്ങനെ ശരണ്യൊക്കെ പൊക്കാൻ. ആ ഒന്ന് പൊക്കിക്ക്. ആ പൊങ്ങിയല പൊങ്ങിയല ശരണ്യ. അത് വലിയ ചക്കയാണ്.
ശരണ്യ അവിടെ വെച്ചേരി അതിൽ തോറ്റു പോയല്ലേ? ഇല്ല. അപ്പൊ അതെ നമ്മുടെ പയറും ആ നേരത്തായിട്ടുണ്ടല്ലേ? ആ അപ്പൊ പയറൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ എന്നാ എല്ലാം നമുക്ക് ഇനി സെയിൽ പോണ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ അമ്മയുടെ മോളുടെ ജോലി തീർന്നു. അപ്പൊ ഇനി ഇവര് സെയില് പോയാ മതി. കൂട്ടുകാരത്തെ അച്ഛൻ കഴിക്കാൻ തുടങ്ങിയ മകൻ വന്നിട്ടില്ല. എന്ത് മേക്കപ്പാന്നറിയാൻ മേല. അച്ഛനെ വിളിക്ക്. സാധാരണ ഞങ്ങൾ 4 പേരും കൂടിയാണ് കഴിക്കണത്. ഇവര് ഇന്ന് രാവിലെ പോണ കണ്ട് അവര് 2 പേരും കൂടി കഴിച്ചിട്ട് പോകും. അച്ഛനും പോകണം. പോയേക്കാം. സമയമില്ല, സമയം ഇച്ചിരി നേരത്തെ പോകണം. അതുകൊണ്ടാണ്. മക്കളെ ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലത്തെ ഭക്ഷണം വല്ലതും കഴിച്ചോ? എന്താ മേക്കപ്പാണ് വന്ന് കഴിക്കുന്നില്ലേ? ഞാൻ ഒന്നും മുടിച്ച് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. ആകപ്പാട് രാവിലെ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ചീപ്പ് കയ്യിലുണ്ടെങ്കിൽ ഈരാൻ പോലും നമുക്ക് തോന്നാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ തോന്നാൻ മുടിയില്ലല്ലോ. പിന്നെ പൗഡർ ഇടിയല്ലോ. പിന്നെന്താ, വാ കഴിച്ചേക്കാം. പോക്കറ്റിൽ വെക്കാനുള്ള സാധനം എടുത്ത് വെച്ചിട്ട് പോ. അത് നേരാണല്ലോ. കഴിച്ചേച്ചു വെക്കാം. വാ പോയേക്കാം. അച്ഛാ പോകണ്ടേ? ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണം 2 പേരും കൂടി? എനിക്ക് താമസമൊന്നുമില്ല. ഞാൻ ഒരുങ്ങല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഷിജുവൻ വന്നാ മതി. അല്ല എന്ന് ഒരു താമസം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കൊണ്ട് അവിടെ ഇരുന്നത്. എന്നാ ബാ, ഞാൻ റെഡിയാണ്. വാ. രണ്ടുപേരും വെള്ളം കുടിക്കാതിരിക്കൽ. രണ്ടുപേരും വെള്ളം കുടിക്കണം കേട്ടോ. അതിന് ഷിജുമാൻ വെള്ളം കുടിക്കും. അച്ഛനെ കുടിക്കാതെ വരുള്ളൂ. അച്ഛൻ വെള്ളം കുടിക്കും. ഷിജു കുടിക്കും. സമയമില്ല, ബാ പോയേക്കാം. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിതേ സെയിലിനായിട്ട് ആദ്യം തന്നെ ഇതേ വാരനാട് ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. ആരാധ്യ എന്ന് പറയുന്ന ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ കൂടുതലും വെക്കുന്നത്. കണ്ട എല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം. പിന്നെന്താ, നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഇത് കാണിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ വാരനാടുള്ള ഒത്തിരി കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അപ്പൊ നമ്മുടെ സെയിൽ എന്താണെന്നൊക്കെ അവരെ കൂടി ഒന്ന് കാണിക്കുന്നു. ഇവരുടെ സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇതുവരെ ഒരു മോശം ആരും പറഞ്ഞിട്ടില്ല. കണ്ട ഈ വിലക്കയറ്റത്തിന് നമ്മളോട് പറയണേ ഇച്ചിവിടെ വില കുറച്ച് കൊടുക്ക. അപ്പൊ എല്ലാം നല്ല സാധനങ്ങളും. ഒരുപാട് സന്തോഷം അങ്ങനെ പറഞ്ഞാൽ. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ചിത്ര ചേച്ചിയാണ് വാരനാട് കടയിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കട തന്നെയാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ അച്ഛന്റെ കൂട്ടുകാരനാണ് കേട്ടത്. ഇവിടെ കടയിൽ വന്ന ഇച്ചിരി നേരം വർത്താനം പറയും. ഒന്ന് പേര് പറഞ്ഞു കൊടുത്ത്. പുരുഷോത്തമൻ. സൂപ്പർ സാധനങ്ങളാണ്. അതെ അത്യാവശ്യം ഉടനെ തന്നെ ചിലവാകുന്ന സാധനങ്ങളാണ്. അതെ വരാത്ത കുഴപ്പമില്ല. സാധനം ഇതാണ് വെറുതെ ചിരിക്കാനോ തമാശ പറയുന്നതല്ല. നമ്മളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്. നല്ല ഉൽപ്പന്നങ്ങളാണ് അവരിവിടെ വിറ്റഴിക്കുന്നത്. അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു കടയാണിത്. അതെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇവിടെ വാരണാടി ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ഈ കടയിലൊന്ന് കയറുക. തണുത്ത വെള്ളമോ മിച്ചറോ ആവശ്യം പോലെ വാങ്ങിച്ചിട്ട് പോവാം. പച്ചക്കറി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത കടയിൽ വന്നു. അപ്പം അങ്ങനെ എന്നാ ഇത് കടയിലെ ചേച്ചി അല്ല കേട്ടാ, അയലോക്കത്താണല്ലേ. വീട്ടിലാണ് കേട്ടാ, അയൽപക്ക വീട്ടിലെ കൊച്ചാണ്. അതെ അങ്ങനെ ഞങ്ങൾ ഇതേ അടുത്തൊരു കടയിൽ കൂടി വന്നിരിക്കണം. അപ്പം നമ്മൾ ഇവിടെ അതേ കണ്ട ഇങ്ങനെ കുറേ കമ്പി നമുക്കായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കണം. അപ്പം ഇതിന്മേലൊക്കെ ഇനി ഐറ്റംസൊക്കെ കുത്തണം. ഇത് കണ്ടപ്പോഴാണ് ഇവിടെ ഒരു ചേച്ചി കടയിൽ വന്ന ചേച്ചി എന്നോട് എന്നാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഇത് കാണാറുണ്ടെന്ന്, വീഡിയോ കാണാറുണ്ടെന്ന്. അപ്പൊ എന്താണ് ഇഷ്ടപ്പെട്ട വീഡിയോയിൽ? പാചകം ചെയ്യണതേ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ കണ്ട അതെ ഇങ്ങനെ കടയിൽ എല്ലാ സാധനവും ഇങ്ങനെ കുത്തിയിടണം. നമ്മൾ കറക്റ്റായിട്ട് കുത്തിയിടുമ്പോൾ ആവശ്യക്കാരിഷ്ടമുള്ള വന്ന് എടുത്തോളുമല്ല. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം എല്ലാ കടകളിലുമൊക്കെ. അതൊക്കെയാണ് ഞങ്ങളുടെ സെയില്. അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ സെയിലിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നലെ ഒരു കൂട്ടുകാർ കമൻ്റ് ഇട്ടായിരുന്നു,
പിന്നെ പോലെ ഞങ്ങളുടെ സെയിലിൻ്റെ കാണിക്കണമെന്ന് ഇതിക്ക് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് പറയാൻ, ശരണ്യ വീട്ടിലാണ്, സെയിലിലായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.